പശ്ചിമേഷ്യൻ ആകാശത്ത് ആശങ്കയുടെ കാർമേഘങ്ങൾ ഒഴിയുന്നില്ല. ഇറാനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക അയച്ച രണ്ടാമത്തെ അർമാഡ കപ്പൽ സൈനിക വ്യൂഹവും ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. USS എബ്രഹാം ലിങ്കൺ കപ്പലിന്റെ നായകത്വത്തിൽ ആദ്യത്തെ അർമാഡ ഇറാന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഏത് നിമിഷവും ഒരു യുദ്ധം ആരംഭിച്ചേക്കാമെന്ന ഭീതിയിൽ നിൽക്കവെയാണ് അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിലുള്ള താക്കീതുമായി ഹിസ്ബുള്ളയും ഹൂതികളും രംഗത്തെത്തിയത്. ഇറാനെ തൊട്ടാൽ സമ്പൂർണ്ണ യുദ്ധമെന്നാണ് ഹിസ്ബുള്ളയും ഹൂതികളും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാന് നേർക്കുള്ള ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയിൽ അഗ്നി പടർത്തുമെന്നാണ് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ മുന്നറിയിപ്പ്. സൈനിക വ്യൂഹം കാട്ടി ഇറാനെ വിരട്ടി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും. ഒരു അർമാഡ കൂടി ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ട്. അവർ അഥവാ ഇറാൻ ഒത്തുതീർപ്പിന് വഴങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ആക്രമിക്കുമെന്ന അമേരിക്കയുടെ വാക്ക് വിരട്ടാണ്. തിരിച്ചടി കിട്ടുമെന്ന് ഭയന്ന് ഇറാനെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റുക, തങ്ങളുടെ അധീശത്വത്തിന് വിധേയമാക്കുക. ഇതാണ് അമേരിക്കയും ട്രംപും പയറ്റുന്ന തന്ത്രം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഏരിയയിലാണ് ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന ആദ്യത്തെ അർമാഡ കപ്പൽ വ്യൂഹമുള്ളത്. ഇതിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ദിവസങ്ങളോളം നീളുന്ന സൈനിക പരിശീലനം നടത്താനും US പദ്ധതിയിടുന്നുണ്ട്. പ്രധാനമായും തങ്ങളുടെ സൈനിക ശക്തി ഇറാൻ അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യോമാക്രമണത്തിന് US സൈനിക ശക്തിയും കാര്യക്ഷമതയും കരുത്തും തെളിയിക്കാൻ പോകുന്ന പരിശീലനത്തിനാണ് തയ്യാറെടുക്കുന്നത് എന്ന് US എയർഫോഴ്സസ് സെൻട്രൽ പറയുന്നു. പരിശീലനത്തിന്റെ തീയതിയോ സമയമോ സ്ഥലമോ അമേരിക്ക പരസ്യപ്പെടുത്തിയിട്ടില്ല. ഒപ്പം എന്തെല്ലാം ആയുധങ്ങളും സജ്ജീകരണങ്ങളും പരിശീലനത്തിൽ ഉപയോഗിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അർമാഡയുടെ കരുത്ത് ഇറാനെ ബോധ്യപ്പെടുത്തുന്നതാകും പരിശീലനം എന്ന കാര്യം ഉറപ്പാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ വെനസ്വേലയെ തകർക്കാൻ കരീബിയൻ കടലിലേക്ക് USS ജെറാൾഡ് ഫോർഡ് കപ്പലിനെ അയച്ച ശേഷം US സെൻട്രൽ കമാൻഡിന്റെ മേഖലയിൽ വരുന്ന രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. അതേസമയം ഇറാനെ ശക്തമായ പിന്തുണ അറിയിച്ച് ഇറാഖ് പാരാമിലിറ്ററി ഗ്രൂപ്പായ കത്തൈബ് ഹിസ്ബുള്ളയും ഹൂതി വിഭാഗക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ സമ്പൂർണ്ണ യുദ്ധമെന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. ടെഹ്റാന് നേരെയുള്ള ഏതൊരു ആക്രമണവും തീവ്രവാദികൾക്കെതിരായ ആക്രമണത്തിന് തുടക്കമിടുന്നതായിരിക്കുമെന്നാണ് നയീം ഖാസിമിന്റെ വാക്കുകൾ. പുതിയ യുദ്ധമുണ്ടായാൽ അത് മേഖലയെ ജ്വലിപ്പിക്കുമെന്നും ടെഹ്റാന് സൈനിക പിന്തുണ നൽകുമെന്നും ഹിസ്ബുള്ള തലവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരായ യുദ്ധം അനായാസമായിരിക്കില്ല എന്ന് ശത്രുക്കൾക്ക് ഉറപ്പ് നൽകുന്നതായി ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവൻ അബു ഹുസൈൻ അൽ ഹമീദാവിയും പ്രസ്താവനയിൽ പറഞ്ഞു. ഗ്രൂപ്പ് അംഗങ്ങളോട് യുദ്ധത്തിന് തയ്യാറെടുക്കാനും ഹമീദാവി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നും പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്നും ഹൂതികളും ഭീഷണി മുഴക്കി. അമേരിക്കയുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയ ശേഷം ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഹൂതികൾ നിർത്തിവെച്ചിരുന്നു. ഇതാണ് പുനരാരംഭിക്കാൻ ഹൂതികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അധികം കണ്ടിട്ടില്ലാത്ത വിധമാണ് ഇസ്ലാമിക വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഇറാന് ലഭിക്കുന്ന പിന്തുണ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോഴും ഈ സംഘടനകളൊക്കെ കയ്യും കെട്ടി മൗനം പാലിച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത്. ഈ സമയം ലെബനിലെ ഹിസ്ബുള്ളയും ഇറാഖി സായുധ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന പ്രാദേശിക സഖ്യകക്ഷികൾ ആരും തന്നെ ഇറാന്റെ സഹായത്തിന് എത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഹമീദാവിയുടെ മുന്നറിയിപ്പ്. 2014 ISIS നടത്തിയ ആക്രമണങ്ങൾ തടയുന്നതിനായി രൂപീകരിച്ച പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ ഒന്നാണ് കത്തൈബ് ഹിസ്ബുള്ള എന്നത്. വെനസ്വേലയിലേക്ക് നിയോഗിച്ചതിനേക്കാൾ വലിയ അർമാഡ ഇറാന്റെ തൊട്ടടുത്ത് എത്തിയതായാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ ഇന്നലെ മറ്റൊരു സുന്ദരമായ അർമാഡ കൂടി ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ് ആക്രമിക്കുക എന്നതിനപ്പുറം വിരട്ടി നിർത്തുക, വിരട്ടി കാര്യം നേടുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന നിഗമനത്തിലേക്ക് എത്താൻ കാരണം. അർമാഡ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും എന്നാൽ തങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. അവർ, അതായത് ഇറാൻ, ഡീൽ സംസാരിക്കാൻ തയ്യാറാകും എന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതിനർത്ഥം ഇറാനെ തങ്ങളുടെ കാൽക്കീഴിലെത്തിച്ച് വരുതിക്ക് നിർത്താൻ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നതാകാം ഒരുപക്ഷെ ആക്രമണം. മറ്റു രാഷ്ട്രങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തീരുവ ചുമത്തിയും സഹരാഷ്ട്ര ബഹുമാനം ലവലേശമില്ലാതെ തങ്ങളുടെ അധീശത്തിന് കീഴിലാക്കുകയാണ്. പല രാഷ്ട്രങ്ങളും അമേരിക്കയുടെ ചതിക്കുഴിയിൽ വീണു. ചെറുത്തവരെ ആക്രമിച്ച് കീഴടക്കി. ഗ്രീൻലാൻഡിനെ അടക്കം ഭീഷണിപ്പെടുത്തി നോക്കി. കഴിഞ്ഞ മാസവും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിലും പെട്ടെന്നൊരു ദിവസം പിന്മാറുകയാണ് ഉണ്ടായത്. അതിന് കാരണം പെട്ടെന്ന് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പാണ്.
കൂടാതെ അമേരിക്കയുമായി സഹകരണത്തിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നന്നായി അറിയുകയും ചെയ്യാം. ഇന്ത്യയെ തീരവ് കാട്ടി വിരട്ടിയതുപോലെയോ വെനസ്വേലയെ ആക്രമിച്ച് കീഴടക്കിയതുപോലെയോ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈവശമുള്ള ഇറാനിൽ ആണവായുധം ഉണ്ടാകാമെന്നും അത് പ്രയോഗിച്ചേക്കാമെന്നും കണക്കുകൂട്ടലുണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും. മാത്രമല്ല, കഴിഞ്ഞ ജൂണിൽ ഇറാനെ ആക്രമിച്ചപ്പോൾ നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് യുഎസിനും ഇസ്രയേലിനും നല്ല ബോധ്യവുമുണ്ട്. അതിനെല്ലാമുപരി റഷ്യയും ചൈനയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇറാനിലെ ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്തുന്ന രീതിക്കെതിരെയും ആണവ പദ്ധതി പുനരാരംഭിക്കാനുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് എതിരെയുമാണ് അമേരിക്ക ഇറാന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. 6000-ലധികം ആളുകൾ ഇറാനിൽ ഇതുവരെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. ഇറാനിലെ കറൻസിയുടെ വിലത്തകർച്ചയും അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റവുമാണ് പ്രക്ഷോഭകാരികളെ തെരുവിലെത്തിച്ചത്. നിലവിൽ ഇറാനി റിയാലും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് 15 ലക്ഷമാണ്. പ്രക്ഷോഭത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അണ്ടർഗ്രൗണ്ടിലാണ്. ഇദ്ദേഹത്തെ പിടിച്ചുകിട്ടുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അർമാഡയോ എന്തു വന്നാലും നേരിടുമെന്ന ശുഭാപ്തി വിശ്വാസം ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്.